അപ്പൊ ഈ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതൊരു ടൈമാണ്, ആ ഒരു സ്പാനാണ്, ആ ഒരു എനർജിയാണ് എന്ന് പറയുന്ന കാര്യം കുഞ്ഞുനാളിലെ മുതൽ നമ്മളൊന്ന് ശീലിപ്പിക്കാവോ. അപ്പൊ അവരും ആ ഇമോഷൻസിനെ കുറിച്ച് പഠിക്കും. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് സിനിമകള്, പുസ്തകങ്ങള് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ സിനിമ തിയേറ്റേഴ്സിലൊന്നും ആ സിനിമകൾ കളിക്കുന്നതോ അതൊന്നും അധികം കണ്ടിട്ടില്ല. അത് വളരെ കുറച്ചുള്ളൂ ഇവിടെ. ശരിക്കും ആ സിനിമകളൊക്കെ കുട്ടികളും കാണണം, ആ കുട്ടികളെ പോലെ നമുക്കും കാണാം. കാരണം നമ്മളൊന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ആങ്കർ എന്താണ്, ഇത് സാഡ്നെസ് എന്താണ്, ഫിയർ എന്താണ്, ഇതിനൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ നിൽക്കാറില്ല. ദേഷ്യം വരുന്നു, കാണിക്കുന്നു, പോകുന്നു. അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡാമേജ് അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു പോയി, ചെയ്തു പോയി. അപ്പൊ എത്ര ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. നമ്മുടെ റിലേഷൻസ് ആണ് അവിടെ മോശം വരുന്നത്. ഒരു ആങ്കർ കാരണം നമ്മൾ പിന്നെ ഒരിക്കലും മിണ്ടാത്ത മനുഷ്യരുണ്ടാവാറില്ലേ? എന്തിനാ? അത് കഴിഞ്ഞ് നമുക്ക് ഗിൽറ്റ് വരും. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയോണ്ടില്ലേ അയാളിപ്പൊ നമ്മളോട് മിണ്ടുന്നില്ല. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞ കാര്യമില്ല. അപ്പൊ ആ ഒരു സമയം നമ്മളൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ, നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ അല്ല കേട്ടോ. അപ്പോഴും ഇപ്പൊ പഞ്ചിങ് ബാഗിൽ ഇടിക്കാൻ പറയുന്ന ഒരിക്കലും കൺട്രോൾ അല്ല, അത് ലെറ്റിംഗ് ഇറ്റ് ഔട്ട് ആണ്. എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിയുമ്പോ തിരിച്ച് നമുക്ക് അയാളുടെ അടുത്ത് കാണുമ്പോ ഭാഗ്യം ഇവരോട് പറയാതിരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ അത് പോയേനെ, അത്രേ ഉള്ളൂ.